എങ്ങനെ വെച്ചാലും പേടിക്കണം. അടിച്ചോട്ട് മക്കളെ. അച്ചോയ് അച്ചോ എന്താ അച്ഛാ, നമ്മുടെ നെയ്യാറ്റിൻകരയെന്നേ നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം വരെ എത്ര ദൂരമുണ്ട്? 10-30 കിലോമീറ്റർ ഉണ്ട്. ആണോ? ഓ, ഇപ്പൊ തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നില്ലേ? തമിഴ്നാട്ടില്. ഓ അച്ഛാ, നമുക്ക് നെയ്യാറ്റിൻകര ചെല്ലുമ്പോഴേ പത്മനാഭപുരം കൊട്ടാരത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒന്ന് കയറണേ. പിന്നെന്ത് പോവല്ല? എന്ത് മക്കളെ പെട്ടെന്ന് ഇങ്ങനെ തോന്നേ? അച്ഛാ, ഇതൊക്കെ ഭയങ്കര ചരിത്ര പ്രാധാന്യങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങളല്ലേ, പിന്നെ അതുകൊണ്ട് പോവാന്ന് വിചാരിച്ചു. മക്കളെ എന്തുമ്മാ, എന്തു പറ്റി? എന്റെ ഫോൺ കാണില്ല. സദാസമയം കെട്ടിപ്പിടിച്ചോളുന്ന സാധനം കാണാനില്ലടേ. എന്റെ ഫോൺ കാണില്ലടാ. ഫോൺ കാണാനില്ലേ? മുടിയാ പറഞ്ഞാട്ടാ എവനെ തിരുവനന്തപുരത്തെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളൊക്കെ കാണണമെന്ന്. ഓ ചേട്ടാ, നമ്മുടെ ആയുമല ശിവക്ഷേത്രം ഇല്ലേ, അവിടെ പോണം. പിന്നെ നമ്മുടെ വെട്ടുകാട് പള്ളി, ഭീമാ പള്ളി പോണം. പിന്നെ കോവളം ബീച്ചിൽ പോണം. പിന്നെ നമ്മുടെ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ അരുവിക്കര, അവിടെ പോണം. അരുവിപ്പുറം ക്ഷേത്രം. പിന്നെ വേറൊരു സ്ഥലം ഉണ്ടല്ലോ ചായ, പാപനാശിനി. പാപനാശിനി പോണം. പാപനാശം അവിടെ പോണം. പിന്നെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു? ചെങ്കല് ശിവക്ഷേത്രം ഉണ്ട്. ചെങ്കല് ശിവക്ഷേത്രം, അവിടെ പോണം. അങ്ങനെ പോണം. പക്ഷെ ഇന്നലെ എന്റെ ഫോൺ അവിടെ പോയെന്നേ. എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു കാണും. അതെ, ഞാൻ പാറമട കൊണ്ടേ കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പാറമട കൊണ്ട് കളഞ്ഞു കാണും. എടാ, നിങ്ങൾ ആരെങ്കിലും എടുത്താ? എടുത്തില്ല. ഞാൻ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ഫോൺ എടുത്ത് ആ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ കട്ടിലിട്ടാണ്. എന്റെ അമ്മ ഫോൺ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെക്ക്, അതാകുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. നീലു, ആ ഫ്രിഡ്ജിന്റെ അകത്തുണ്ട്, സേഫ് ആയിരിക്കും. ഒന്ന് പോവാച്ചാന്ന്. അമ്മ, ഞാൻ കാര്യം പറയാം. ഈയിടെയായിട്ട് അമ്മയ്ക്ക് തീരെ ശ്രദ്ധയില്ല കേട്ടോ ഫോൺ എവിടേക്ക് വെക്കണമെന്ന്. അത് കറക്റ്റാണ്. ചിലപ്പോൾ അടുക്കളയിൽ കാണും, ചിലപ്പോൾ നമ്മുടെ റൂമിൽ കട്ടിന് മുകളിൽ കാണും, ചിലപ്പോൾ അതാ ഇവിടെ ഡൈനിങ് കിടപ്പുണ്ടാവും. ഈയിടയ്ക്ക് കട്ടിലടി കിടപ്പുണ്ടായിരുന്നു. എടാ, നീയാണ് എന്റെ ഫോൺ ഏറ്റവും കൂടുതൽ എടുക്കണത് ഇവിടെ. പഠിക്കാനെന്നും പറഞ്ഞെടുത്തുണ്ടോ, മറ്റുള്ളവരെ വിളിക്കാനെന്നും പറഞ്ഞെടുത്തുണ്ടോ? നീ എടുത്തില്ലേ? സത്യം പറ, നീ നേരത്തെ റൂമിലോട്ട് കയറി പോണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ. അയ്യോ, അത് ഞാൻ വേറൊരു സാധനം തപ്പി പോയത്, ഫോൺ എടുക്കാൻ പോയത്. അടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മാളവികനെ വിളിക്കാൻ എങ്ങാനും അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരിനെ വിളിക്കാനോ? ചേച്ചി ചുമ്മായിരുന്നു. നിർത്തി. ഇപ്പൊ മാളവിക മാത്രമല്ലല്ലോ, ട്യൂഷൻ സെന്ററിൽ ഇഷ്ടംപോലെ വേറെ പെമ്പിള്ളാരുണ്ട്. ഇനി എല്ലാരെയും അമ്മയുടെ മൊബൈലിൽ നിന്നാണ് നിന്റെ വിളിക്കല് പരിപാടി. ചേട്ടാ, ഒന്നുമില്ല. എടാ, ഈ സംസാരിച്ചിട്ട് നിൽക്കാണ്ട് ആ ഫോണിലേക്ക് ഒന്ന് വിളിക്കി. അപ്പൊ അറിയാലോ ഫോൺ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ റിങ് ചെയ്യുമല്ലോ. പൊട്ടന്മാര്, അതിനുള്ള ബുദ്ധി പോലും ഇല്ല. എന്റെ മൊബൈൽ അച്ഛന്റെ ഫോണിൽ വിളി. എന്റെ ഫോണ് പരിചയം എത്ര വിളിക്കാൻ സമ്മതിക്കില്ല. എന്റെ കയ്യിൽ ഫോണുണ്ട്. വടക്കേപ്പുറത്തെ ചവറുകളില്ലേ, അവിടെ വല്ല എടുത്തെറിഞ്ഞാണ്. നിങ്ങളുടെ ഫോൺ എടുത്ത് ഞാൻ വല്ലയിടത്ത് കൊണ്ട് കളയോട്ടെ, പറഞ്ഞേക്കാം. അമ്മ റിങ്ങുണ്ട്. കേൾക്കണില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ അടുക്കള പോയി നോക്കാം. സൈലന്റിലായിരിക്കുമെന്നേ, അതുകൊണ്ടാണ് കേൾക്കാത്തത്. സൈലന്റ് അല്ലായിരുന്നു ഫോൺ നേരത്തെ ഫോൺ സൈലന്റ് അല്ലായിരുന്നല്ലോ. നേരത്തെ സൂക്ഷ്മ വിളിച്ചിട്ട് ഞാൻ ബെല്ലടിച്ചിട്ട് എടുത്തതല്ലേ. അതല്ലെന്നേ, അടുക്കള നിൽക്കുമ്പോ സൂക്ഷ്മ വിളിച്ചത് ബെല്ലടിച്ചതല്ലേ ഫോൺ. അപ്പൊ സൈലന്റ് അല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെ പെട്ടെന്ന് സൈലന്റ് ആവണേ ഫോൺ? ഇതിപ്പോ എവിടെ പോയി? പിന്നെ റിങ്ങുണ്ട്. കിട്ടിയാ? ഇല്ല, പക്ഷെ റിങ്ങുണ്ടെന്ന് അമ്മ സൈലന്റ് കാണാതായ ബില്ല് കിട്ടി. കാണാതായ ബില്ല് കിട്ടി. ഇത്രയും നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാലു കളിക്കല്ലേട്ടാ, കൈ എടുത്തിട്ടുണ്ടെങ്കിൽ താ. എനിക്ക് ഓഫീസിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാവുന്നേ. എനിക്ക് എന്തിന് നിന്റെ ഫോണ്? ഒരു ഫോണിലേ വിളിക്കാൻ വയ്യ, പിന്നെയാണ് നിന്റെ ഫോണ് പാടിയാണ്. എന്ത് കഷ്ടമാണ് ഈ പിള്ളേര്. ഫോൺ നിങ്ങളെ ഫോൺ കൊടുത്തോട്ടോ പിള്ളേർക്ക് പഠിക്കാൻ. വിളിച്ചിട്ട് കിട്ടണില്ലേ? കിട്ടില്ല പറഞ്ഞാൽ റിങ് പോണ്ടാക്കി. എവിടെ സൗണ്ട് കേൾക്കണല്ല, ചുമ്മാ റിങ് ഇട്ടിട്ട് എന്താ കാര്യം? ഒന്നാലും ചുമ്മാ വിളി, ലൈറ്റെങ്കിലും കത്തുമല്ലോ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പ്രിയപ്പ എവിടെ? തലവല പറമ്പില്ല? ഇല്ല, ഞാനില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ. എനിക്കിവിടെ സൈറ്റ്. അതാ, അത് അച്ഛാന്ന് വിളിച്ചതാ. ഇളയ കടശിക്കുറ്റി, ഇളയത് ഏറ്റവും ഇളയത്. പൊടി ഞാൻ കൊടുക്കാം. പ്രിയ ആൻറ്റി അച്ഛൻ്റെ ഫ്രണ്ടാണ്, സംസാരിക്കും. ചോക്കിനേട്ടാ, ഗേൾ ഫ്രണ്ട് ആണോന്ന്? മക്കളെ ഗേൾ ഫ്രണ്ടല്ല, അച്ഛനിവിടെ വർക്ക് ചെയ്യാണ്. എഞ്ചിനീയറാണ്. സംസാരിക്കും. ഹലോ, ഞാനും പാർവതി ബാലു തമ്പി. വേണ്ടല്ലേ? ഞാൻ പഠിക്കുന്നത് LKG.
മോട്ട് സംസാരിക്കേ. അവിടെ ചിരിക്കുന്നു. ഭയങ്കര നാണമാണ് നമുക്ക്. നാണക്കാരിയാണ്. ആ പിന്നെ സുഖത്തിന് വല്ല കഴിച്ചാ? ദോശ കഴിച്ചാ? എവിടുന്ന്? തട്ടിട എണ്ണ? തട്ടിട നിങ്ങൾ കഴിക്കൂ? അത് ശരി. ഞാൻ വിചാരിച്ച പോലെ 5 സ്റ്റാർ കഴിക്കണമെന്ന്. ഓ നമ്മളും പാവാടേ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ ശരി വയ്ക്കട്ടാ. ആ ശരി ശരി ഓക്കെ. പ്രിയാൻ്റിയുടെ കാര്യം കേട്ട മക്കളുടെ വലിയ കുടുംബത്തിലാണ്. തട്ടിട ആടിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇവിടെ. ഞാൻ എൻ്റെ ഫോൺ പോയിട്ട് എല്ലാ സ്ഥലവും തപ്പിക്കൊണ്ടിരിക്കുക. കൊള്ളാലോ നിങ്ങള്. നിനക്കെന്താ കണ്ടെടുത്തോണ്ട് ഫോൺ കളഞ്ഞിട്ട് എൻ്റെ തലേ കയറാൻ പറഞ്ഞ? ഫോൺ കളഞ്ഞെന്നാ? എനിക്കെന്താ പ്രാന്താ എൻ്റെ ഫോൺ കൊണ്ടേ കളയാനായിട്ട്? ഞാൻ എൻ്റെ കൺമുന്നിൽ അല്ലാണ്ട് വെക്കാറില്ല ഫോൺ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ ഇത് ആരെങ്കിലും എടുത്ത് മാറ്റിയതായിരിക്കുമല്ലോ. ആരെടുത്ത് മാറ്റിയാലും ഫോൺ എൻ്റെ കൈ കിട്ടില്ലെങ്കിൽ ഞാനായിരിക്കില്ല ഇനി വരാൻ പോണത്. അവള് പറഞ്ഞിട്ട് പോയണ്ട. ഞാൻ എടുത്താ ഫോണ്. മകൾ അച്ഛൻ എടുത്താ ഫോണ്. അവള് പറഞ്ഞിട്ട് പോയതിന് അർത്ഥം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അച്ഛൻ എടുത്തെന്ന് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. നോക്കിയോ എന്തോ മക്കളെ? ഒന്നില്ല. എന്താടി ഫോൺ കിട്ടിയാ? എങ്ങനെ കിട്ടാനാ? ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെ കിട്ടണത്? നീ കുറെ നേരമായിട്ട് മുള്ളും മോനെ വെച്ച് സംസാരിക്കണല്ലേ? എനിക്ക് മനസ്സിലാവണ്ട കേട്ടാ. എനിക്ക് എന്താണ് നിന്റെ ഫോണ്? എനിക്ക് ഫോണില്ലേ? അതെ, കൂടുതൽ ഷൈൻ ചെയ്യണ്ട. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നേരത്തെ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞിട്ട് പോയില്ലേ നിന്റെ ഫോൺ വിളി ഞാൻ മാറ്റിത്തരാന്ന്. അപ്പം തന്നെ ആ ഫോൺ നിങ്ങൾ മാറ്റണമെന്ന് വിചാരിച്ചിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ എടുത്തെന്നാണോ? അമ്മ റൂം ഫുള്ള് എൻ്റെ ചുമ്മാ നോക്കി. എൻ്റെ റൂം ഫുള്ള് അവിടെ ഒന്നും ഇല്ല കേട്ടാ. എൻ്റെ ഫോൺ എങ്ങനെ കാണാനാടാ? ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കണില്ലേ? ആ ഫോണിൽ ചാർജ് ഇല്ല. ആ ചാർജ് കൂടെ തീർന്ന്. അതിന് അമ്മ ഇത് ടെൻഷൻ അടിക്കുന്നത്. സമാധാനം തപ്പു അപ്പൊ കിട്ടും. മിക്കാറും അവളെ വയറ്റി കാണൂടാ. വയറ്റില്ല. പിന്നെ അല്ല ആ സമയം വിളിയല്ലേ അങ്ങനെ വിഴുങ്ങി കാണും. അതെ, ഞാൻ ഫോൺ വിഴുങ്ങി. നേരത്തെ ഫോണിൽ സംസാരിച്ചിട്ട് നിന്നില്ലേ? ഫോൺ ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ വിഴുങ്ങി. ഫോൺ വിഴുങ്ങാനുള്ള വയറോട് ആർക്കല്ലെന്ന് നമുക്കറിയാം. ഡേയ് പാറു, നീ എന്ത് ചെയ്യണ്? അമ്മയുടെ ഫോൺ കണ്ടുപിടിക്കണ്ടേ? കണ്ട ആ കൊച്ചിന് പോലും ഉണ്ട് എന്നെ ഫോൺ കണ്ടുപിടിക്കണമെന്ന്. അത്ര പോലെ നിങ്ങൾക്ക് ഇല്ലല്ലോ. എവിടെ പോണം? എവിടെ പോകണ നീ? പടവലത്ത് പോണാ തന്നെ? എടാ നിന്റെ ഫോൺ ഞാൻ തന്നെ എടുക്കണത്. നീ കണ്ടുപിടിക്കാൻ പറ്റും, കണ്ടുപിടി. ആ ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ എന്റെ ഫോൺ കിട്ടിക്കഴിയുമ്പോ ചില ആൾക്കാരെ ചില സാധനങ്ങൾ കാണാണ്ടാവും. നിങ്ങളെ ഫോണും ആ കണക്കെഴുതി വെച്ച പേപ്പറും ഒക്കെ കാണാണ്ടാവും. അപ്പൊ ഞാൻ തിരിച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാം കേട്ടോ. അച്ഛാ ഫോൺ എടുത്ത് കൊടുക്കേ. എന്തോ എന്തോ വെച്ചാ ഇത് കാറ്റത്ത് പറന്നു പോയാ? പോണേ അങ്ങോട്ട്. ഞാൻ വരാടും പറയില്ല. നീ ഫോൺ എടുത്തെങ്കിൽ അച്ഛൻ്റെ പറ. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയുന്നത്? ഞാൻ പാവം, ഞാൻ അത് കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ അവളെ എന്നെ കിടന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞിട്ട് എന്ത്? ഒന്നില്ല. ഒന്നുമില്ലേ? പിന്നെ എന്തിനാ വിളിച്ചത്?